പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, അതുമുതൽ തൻ്റെ കരുണയും മനോഗുണം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നൊരു ഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെ സമ്പന്നമായ സന്ദേശം നമ്മുടെ കാതുകളിൽ, മനസ്സുകളിൽ, തുടർന്നുള്ള നമ്മുടെ യാത്രയിലൊക്കെ നമ്മോട് കൂടെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തിരുക്കുടുംബത്തിലേക്കാണ്. തിരുക്കുടുംബം കുടുംബമായി ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു നല്ല മാതൃകയാണ്. എന്നാൽ ഇന്നത്തെ തിരുക്കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കുടുംബങ്ങളും ധ്യാനിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. എല്ലാ കുഞ്ഞുങ്ങളും പിറവിയെടുത്ത് കഴിയുമ്പോൾ കൈ വളർന്നോ കാല് വളർന്നോ എന്നൊക്കെ നോക്കി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുടെ പരിപോഷണത്തിന് വേണ്ടി കാത്തിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് മക്കളെ വളർത്തുന്ന മാതാപിതാക്കന്മാർ. എന്നാൽ ഈ പരിപോഷണം ശരീരത്തിൻ്റെ വളർച്ചയിൽ മാത്രം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ മാത്രം പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് എല്ലാ കുടുംബങ്ങളും, എല്ലാ ക്രിസ്തീയ കുടുംബത്തിലെ മാതാപിതാക്കന്മാരും ചിന്തിക്കണം. ഓരോ കുഞ്ഞിൻ്റെയും ശാരീരിക വളർച്ചയോടൊപ്പം ആത്മാവിൽ ബലപ്പെടുവാൻ, ആത്മാവിൽ ബലപ്പെടുത്തുവാൻ, ദൈവിക ചിന്തകളിൽ വളർന്നു വരുവാൻ, ദൈവകൃപയിൽ ആയിരിക്കാൻ ഓരോ കുടുംബങ്ങളും തിരുകുടുംബത്തിൻ്റെ വിശുദ്ധമാർഗം സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരാണ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമുക്കറിയാം, ആദ്യമൊക്കെ എല്ലാവരും സൺഡേ സ്കൂളിലൊക്കെ പോകും. നല്ല അനുസരണമൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. കുറേ കഴിയുമ്പം കുറച്ച് കുറുമ്പൊക്കെ കാട്ടി തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പം ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. അങ്ങനെ പല രീതിയിലുമൊക്കെ കുഞ്ഞുങ്ങൾ മാറിയും മറിഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് വിലപിക്കുന്ന മാതാപിതാക്കന്മാരെയും ഒക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ വിട്ടുപിരിയാത്ത ഈ ദൈവാനുഭവം, ദൈവകൃപ, ആത്മാവിൻ്റെ നിറവ് അത് ചോർന്നു പോകാതെ കുടുംബാന്തരീക്ഷത്തിൽ മക്കളെ വളർത്തുന്നതിൽ, പരിപോഷിപ്പിക്കുന്നതിൽ വീഴ്ച സംഭവിക്കരുത് എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ ഓർത്തിരിക്കേണ്ടുന്നത്, തിരുവചനത്തിൽ സുവിശേഷ ഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 12 വയസ്സായ യേശു വളരെ അച്ചടക്കത്തോടുകൂടി യോസേപ്പിൻ്റെയും മറിയാമിൻ്റെയും പരിചരണത്തിൽ ആ വീട്ടിൽ നല്ല കുട്ടിയായി ജീവിക്കുന്ന ഒരു യേശുവിനെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പരസ്യ ശുശ്രൂഷ വരെയുള്ള യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഒരു യുവാവായ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ അധികമൊന്നും നമുക്കറിയാം. പിതാക്കന്മാരുടെ എഴുത്തുകളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരമ്മ, അത്യധ്വാനം ചെയ്യുന്ന ഒരപ്പൻ, ഒരു വളർത്തപ്പൻ. അവിടെ യോസേപ്പിൻ്റെ പണിശാലയിൽ, മരപ്പണിശാലയിൽ അപ്പനെ സഹായിക്കുന്ന ഒരു മകൻ ഒരു നല്ല മാതൃകയാണ്. അമ്മയെ അടുക്കള കാര്യങ്ങളിലും ജോലിയിലുമൊക്കെ ശുശ്രൂഷിക്കുന്ന, സഹായിക്കുന്ന ഒരു മകൻ. ഇതൊക്കെ നല്ല മാതൃകകളാണ്. ഒരു ഭവനത്തിൽ അപ്പനും അമ്മയ്ക്കും അനുസരണയുള്ളവരായി പാർക്കുന്ന മക്കൾ എന്ന് പറയുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും വാത്സല്യം മാത്രം അല്ല മക്കൾ ചിന്തിക്കേണ്ടുന്നത്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തും തങ്ങൾക്കാവുന്നത് പോലെയുള്ള സഹായങ്ങൾ, വീടിൻ്റെ കാര്യത്തിൽ അപ്പനും അമ്മയും ഒക്കെ ഓടുന്ന ഓട്ടം,
അവരുടെ കഷ്ടപ്പാട്, അവരുടെ ത്യാഗം, ഇതെല്ലാം ഒരു കുടുംബത്തിൽ അടങ്ങിപ്പാർക്കുന്ന, അനുസരണയിൽ പാർക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന വലിയ സവിശേഷതകളാണ്. ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ നിന്നും മാറാതെ അപ്പനും അമ്മയും കൂടെയുള്ളവരുമൊക്കെ തിരിച്ച് യാത്ര ചെയ്തപ്പോൾ അവിടെ തന്നെ കൂടാരമടിച്ച യേശു പൈതലിനെ ദേവാലയത്തിൽ കാണുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്ത്. എന്തുകൊണ്ടായിരിക്കണം? നിശ്ചയമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും യേശുവല്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്നിരുന്നാൽ അതൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഇഷ്ടം, പ്രയോറിറ്റി. ദേവാലയത്തിൻ്റെ അന്തരീക്ഷം, വചനം കേൾക്കുവാൻ, വചനം പഠിക്കുവാൻ, പഠിപ്പിക്കുവാൻ, പ്രബോധനം കേൾക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ ഉള്ള ഇഷ്ടം, അതിനുള്ള ഒരു ഡ്രൈവ്, സ്പിരിച്വൽ ഡ്രൈവ്, ഡിവൈൻ ഡ്രൈവ്. അങ്ങനെയുള്ള ഒരു ആത്മീയ അന്തരീക്ഷത്തിലൂടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ, ആരാധനയിൽ പങ്കാളികളാകുന്നതിലൂടെ, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിലൂടെ, സൺഡേ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങൾ ഉത്സാഹത്തോടുകൂടി പോകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഉത്സാഹത്തോടുകൂടി പോകുന്നവരാണ്. പലരെയൊക്കെ ശാസിച്ചൊക്കെ പറഞ്ഞാലേ സൺഡേ സ്കൂളിലൊക്കെ പോകത്തുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ പോകത്തില്ല. ഇതിലോരോ വളർച്ചയുടെ ഘട്ടത്തിലും ആത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ്, ദൈവകൃപ കൊണ്ട് നിറഞ്ഞ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ചിന്തയും പ്രവർത്തനങ്ങളും എല്ലാം ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കും ക്രിസ്തീയ കുടുംബത്തിൻ്റെ മഹത്വത്തിനും സാക്ഷ്യത്തിനും ഒക്കെ അനുരൂപമായ രീതിയിൽ വളർന്നു വരേണ്ടുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ പ്രയോറിറ്റി എന്തൊക്കെയാണ്? വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിൽ താല്പര്യമുണ്ടോ? ഒരുമിച്ചിരുന്നൊരു കുടുംബ പ്രാർത്ഥന നടത്തുന്നതിൽ നമ്മളുടെ കുടുംബങ്ങൾ എത്ര കുടുംബങ്ങൾക്ക് പറ്റുന്നുണ്ട്? അല്പനേരം ആ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അരമണിക്കൂറിന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിക്കുവാൻ, നടന്നുപോയ വഴികളെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു വിശകലനം ചെയ്യുവാൻ, കണ്ട വ്യക്തികൾ, കണ്ട കാഴ്ചകൾ, കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ, അങ്ങനെയുള്ള കാഴ്ചകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നുമൊക്കെ കണ്ടതും കേട്ടതും സ്പർശിച്ചതും ഒക്കെയായ കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്നത് ഒരു സാഹചര്യം. അവിടെയാണ് തിരുകുടുംബത്തിൽ അനുസരണയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെയുള്ള കാര്യങ്ങളിൽ പങ്കാളിയായിരുന്നുകൊണ്ട് ജീവിച്ച ഒരു 12 വയസ്സുള്ള ശിശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കും നമ്മുടെ ധ്യാന ചിന്തയിലും ആലോചന വരേണ്ടുന്നതാണ്. ഒരു പക്ഷേങ്കിൽ ചിലരൊക്കെ വിമർശിക്കാറുണ്ട്, മറിയാമും യോസേപ്പും ഇത്ര ഉത്തരവാദിത്വമില്ലാത്ത ഒരു അപ്പനോ അമ്മയോ ആണോ എന്ന്. യെരുശലേമിലെ പെസഹ പെരുന്നാളിൽ ഉണ്ടാകാവുന്ന തിരക്കിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. വലിയ തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഉത്തരവാദിത്വ ബോധമില്ലാതെയാണോ മറിയാമും യോസേപ്പും അവരുടെ ഉത്തരവാദിത്വത്തിലെങ്കിലും വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടോ എന്ന് വിമർശനാത്മകമായി ചിന്തിക്കുന്ന വലിയ തിയോളജിയൻസൊക്കെ ഉണ്ട്. നമ്മുടെ സഭയിൽ പിന്നെ ആരെയും വിമർശിക്കുന്നതിന് ഒരു പരിധികളൊന്നുമില്ലല്ലോ. എന്ത് വിമർശനവും നടത്താം, ബൈബിളിനെ എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം. അത് നമ്മുടെ സഭയിലേ ഉള്ളൂ, മറ്റ് സഭകളിൽ മറ്റ് സമുദായത്തിലൊന്നും അങ്ങനെ പറ്റത്തില്ല. അവിടെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എത്ര പെട്ടെന്നാണ് മക്കൾ കൈവിട്ടു പോകാൻ സാധ്യതകൾ വളരെ വേഗമാണ്. കൈവിട്ടു പോകുമ്പോൾ പിന്നെ തിരികെ പിടിക്കുവാൻ അത്ര എളുപ്പവുമല്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കവിടെ തരുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അപ്പനും അമ്മയും മകന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുടുംബം, ഒരു കുഞ്ഞ് തിരക്കിൽപ്പെടുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ കോളേജിൽ പോയി തിരിച്ചു വരുന്നില്ല, കാണുവാനില്ല. എന്തായിരിക്കും ഇന്നിൻ്റെ ഒരു സാഹചര്യത്തിലെ ഒരു തിരോധാനത്തിൽ നിന്നും ഉരുത്തിരിയാവുന്ന ചിന്തകൾ? അത്രമാത്രം അപ്പനെയും അമ്മയെയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് 12 വയസ്സുള്ള യേശു. അത് നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. മറിയാം എത്രമാത്രം നിർമ്മല ഹൃദയമുള്ളവളും വിശുദ്ധിയുമായിരുന്നു. യോസേപ്പ് നീതിമാനായിരുന്നു. നീതിമാനായ യോസേപ്പിനും
നിർമ്മല ഹൃദയമുള്ള പരിശുദ്ധ അമ്മയ്ക്കും നഷ്ടപ്പെട്ടു 2 ദിവസത്തേക്കാണെങ്കിലും മകനെ. ഈ നഷ്ടപ്പെടലെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചേക്കാവുന്നതാണ്. നമ്മൾ എത്ര വിശുദ്ധരായിരുന്നാലും, എത്ര ദൈവ വഴികൾ നടക്കുന്നവരായിരുന്നാലും എവിടെയും ഈ നഷ്ടപ്പെടലുണ്ടാകാം. അത് നമുക്ക് തരുന്ന ഒരു ചിന്തയുണ്ട്. ഒരു ദിവസം നടന്ന് വഴി പോയി രാത്രിയാകുമ്പോഴാണ് അന്വേഷിക്കുന്നത്. അതിൽ ഒരു സ്വാഭാവികതയുമുണ്ട്. കാരണം ഒരു ദേശം മുഴുവനുമാണ് ഒരുമിച്ച് യെരുശലേമിൽ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും കൂട്ടുകാരുമായിട്ടുമൊക്കെ സല്ലപിച്ചുമൊക്കെ യാത്രയാണ്. ഒരു പകലിലെ സഞ്ചാരം കഴിയുമ്പോഴാണ് ആളെ കാണുന്നില്ല. എല്ലായിടത്തും അന്വേഷിച്ചു. അന്വേഷണത്തിന് വീണ്ടും 3 ദിവസം വേണ്ടി വന്നു. 3 ദിവസം എന്ന് പറയുന്നത് 3 മാസവും 3 വർഷത്തിനും അപ്പുറമുള്ള ഒരു ഭാരമാണ്. രാത്രിയാമങ്ങളിൽ യാത്ര അത്ര സുഗമമുള്ള ഒരു കാലമല്ല. പകൽ വെളിച്ചത്തിൽ മാത്രമേ യാത്ര സംഭവിക്കുകയുള്ളൂ. അതിനുള്ള സംവിധാനങ്ങളോ വാഹനങ്ങളോ ഒന്നുമില്ല. 3 ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു കാണും. അവസാനം ചെന്നെത്തുന്നത് യെരുശലേമിൽ തന്നെയാണ്. എല്ലാ നഷ്ടപ്പെടലിലും എല്ലാ നഷ്ടബോധത്തിലും നമ്മൾ അവസാനം ചെന്നെത്തേണ്ടുന്നത് പരിശുദ്ധ ദൈവാലയത്തിൽ തന്നെയാണ്. അങ്ങനെയൊരു അനുഭവം ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ വേഗമെന്നാണെങ്കിൽ തിരികെ പിടിക്കുവാൻ ദിവസങ്ങൾ വേണ്ടി വരുന്നു. അത് നമുക്ക് തരുന്ന ഒരു സന്ദേശം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയം അനുവദിക്കുന്നില്ല. ഈ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ ജൂബിലി സമാപനം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പരിശുദ്ധ പത്രീർക്കീസ് ബാവ ഈ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ സുബോറോ ചർച്ചിൻ്റെ ജൂബിലി ഉദ്ഘാടനത്തിന് ഇവിടെ വന്നത്. ഒരുപക്ഷെങ്കിൽ നമ്മളിൽ പലരും അങ്ങനെ ഒരു സന്ദർശനം ഒരുപക്ഷെ വിഭാവനം ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ പരിശുദ്ധ പത്രീർക്കീസ് ബാവ ചില വ്യക്തിബന്ധങ്ങളും താല്പര്യങ്ങളും ഈ ഇടവകയുടെ കഷ്ടതയുടെ നടുവിലൂടെയുള്ള യാത്രയും ഇവിടെയുള്ള പ്രതിസന്ധികളും ഇവിടെയുള്ള ആളുകൾ അനുഭവിച്ചുള്ള തീവ്രമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും പീഡനങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഏറ്റവും അറിയാവുന്ന ഒരാളാണ് പരിശുദ്ധ പത്രീർക്കീസ് ബാവ. അതുകൊണ്ടുകൂടിയാണ് ഇവിടെ അദ്ദേഹം എഴുന്നള്ളി വരുന്നതിന് ഒരു മനസ്സ് കാണിച്ചത്. അത് ഈ ഇടവകയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പിന്നീടുള്ള ഈ ഏതാനും മാസത്തെ ഈ ഇടവകയുടെ ഒരു വളർച്ച, പ്രത്യേകിച്ചും പ്രിയപ്പെട്ട എബിനച്ചൻ വന്നതിന് ശേഷം ഇടവകയിൽ എല്ലാവരും ഐക്യത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും മുന്നേറുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പള്ളിയുടെ ട്രസ്റ്റി പ്രിയപ്പെട്ട എം.ഒ. ജോൺ, അതുപോലെ എ.പി. പൗലോസ്, അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷെവലിയർ മോൻസി വാവച്ചൻ, അതുപോലെ സെക്രട്ടറി സണ്ണി തൊഴിൽപ്പാടൻ, ട്രഷറർ പി.പി. ഏലിയാസ്, ഇവരെല്ലാവരും ഒരു ഇടവകയിലെ അല്ലെങ്കിൽ അസോസിയേഷനിലെ ഇവിടെ ഒരു വലിയ രണ്ടും രണ്ടാണ്. എന്നിരുന്നാലും രണ്ടും രണ്ടാണെങ്കിലും എല്ലാം ഒന്നാണല്ലോ. ആ ഒരു മനോഭാവത്തിൽ അസോസിയേഷനും ഇടവകയും ഒന്നുപോലെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളർച്ചയും ശക്തിയും വളരെ വലുത് തന്നെയാണ്. ആ ഒരു ദിശയിലേക്ക് വളർന്നു വരുവാൻ വടവോട് സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അസോസിയേഷൻ രൂപപ്പെടുന്നത്. ആ പ്രതിസന്ധിക്ക് 50 വർഷം. 70കളിൽ 74 മുതൽക്കുള്ള കാലമാണ് അതിൻ്റെ സങ്കീർണാവസ്ഥയിൽ വരുന്നത്. ആ ഒരു സങ്കീർണതയിലാണ് കൊറിയോ ഷമാശൻ്റെ കുപ്പായം ഞാൻ ഇടുന്നത്. അതിൻ്റെ പിറ്റേ വർഷമാണ് ഇവിടെ ഈ ചാപ്പലിൻ്റെ കൂദാശയ്ക്ക് പെട്ടെന്ന് കെട്ടിമേഞ്ഞ കൂദാശയ്ക്ക് ഞാൻ വരുന്നതും. അന്നത്തെ വിഷ്വൽസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കൗതുകം തോന്നാവുന്ന വിഷ്വൽസൊക്കെ ഞാൻ അത്രയ്ക്ക് ചെറുതായിരുന്നു. അന്ന് മുതൽക്കുള്ള ഇടവകയുമായിട്ടുള്ള വലിയ ഒരു ആത്മബന്ധം. മാത്രവുമല്ല പരിശുദ്ധ സഭയുടെ ആസ്ഥാനം ഇതിനോട് ചേർന്നാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബാബയ്ക്ക് സ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ തിരുമേനി ഈ ഇടവകയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഇടവക അദ്ദേഹത്തെ
അത്ര കണ്ട് വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി കണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളിലും വടവുകോട്ടുള്ള ആളുകളുടെ വലിയ സാന്നിധ്യവും അവരുടെ നേതൃത്വവും, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൻ്റെ നമ്മുടെ ആ കാലത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ സഭയ്ക്ക് വലിയ കരുത്തും വലിയ പിന്തുണയും വലിയ ഒരു ബലവുമായിരുന്നുവെന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയട്ടെ. എന്നാൽ അതിൻ്റെ പിന്നാലെ ഒത്തിരി പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും തളർന്നു പോകാതെ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടു പോയ ഒരു അനുഗ്രഹീത ഇടവക. അതേസമയം തന്നെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ എടുത്തതായ താല്പര്യങ്ങൾ, പിന്നീട് ഇവിടെ ഉണ്ടായ അസോസിയേഷൻ്റെ ബിൽഡിംഗ്, അത് ഈ ചെറിയ പരിമിതിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് ഇത്രയും നല്ല സംവിധാനങ്ങൾ ചെയ്തു എന്നുള്ളത് എത്രമാത്രം അഭിനന്ദനം അർഹിക്കുന്നതാണ്. വളരെ കുറച്ച് കാലം കൊണ്ട് അത് ഇവിടെ മോൻസി വാവച്ചൻ പറഞ്ഞതുപോലെ അത് അപ്രാപ്യമെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കുവാൻ സാധിച്ചു. നിങ്ങളുടെ വലിയ മിടുക്കൊന്നുമല്ല, അത് തമ്പുരാൻ കർത്താവ്, പരിശുദ്ധ അമ്മ, ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രാർത്ഥന, നിങ്ങളുടെ വിശ്വാസ സ്ഥിരത, ഭാഗ്യസ്മരണാർഹനായ ബാവായുടെയും പരിശുദ്ധനായ പത്രീർക്കീസ് ബാവായുടെയും ഒക്കെ പ്രാർത്ഥന, നിങ്ങളുടെ പിതാമഹന്മാർ, മുൻഗാമികൾ നിങ്ങളെ ഈ നിലയിലേക്ക് നയിച്ച് ഇപ്പോൾ ഈ വിശ്വാസവും പൈതൃകവും കൈമാറി നിങ്ങളുടെ പിതാക്കന്മാർ, അവരുടെയൊക്കെ സ്ഥിരതയാർന്ന വിശ്വാസവും ദൈവാശ്രയവും ദൈവസ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവുമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ സാധിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും ബഹുമാനപ്പെട്ട നമ്മുടെ എബിൻ നൂമേലിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചത് അതിൽ നിസ്വാർത്ഥമായി സഹകരിച്ച, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച നിങ്ങൾ എല്ലാവരോടുമുള്ളതായ സ്നേഹവും സന്തോഷവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. സൺഡേ സ്കൂളിന് ഒരു സ്മാർട്ട് ക്ലാസ് തുടങ്ങി, നല്ലൊരു ചിന്തയാണ്. ഞാനാണ് ഈ ആശയം ആദ്യമായി പറയുന്നത്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഈ പഠന രീതികളിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവണം. ഞാൻ ബഹ്റിനിൽ ചെന്നപ്പോൾ ഒരു കൊച്ചിൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, തിരുമേനി, ഞാൻ എത്ര പഠിച്ചിട്ടും മഹോന്നതം അറിയിരിക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക് കാണാപ്പാട് എഴുതാനായിട്ട് പറ്റണില്ല. ഒന്നാമത് പിള്ളേർക്ക് മലയാളം ഒന്നും വലിയ നിശ്ചയമൊന്നുമില്ല, അത് ഓറലായിട്ട് പറയണം ഒരു എക്സാമിന്. ആ പ്രാർത്ഥനയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എത്ര പഠിച്ചിട്ടും എനിക്ക് കാണാപ്പാടം പറയാൻ പറ്റുന്നില്ല. ഹയർ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എനിക്ക് അവൻ്റെ സങ്കടം തോന്നി, എനിക്ക് വലിയ ഒത്തിരി വേദന തോന്നി. അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു പ്രയർ കൊടുക്കുന്നു പിള്ളേരോട് ചെല്ലാനായിട്ട്. പിള്ളേർക്കത് എത്ര കാണാപ്പാടം ഇപ്പോഴത്തെ കാണാപ്പാടം പഠിച്ചുള്ള പരിപാടിയൊക്കെ അവസാനിച്ചു, അതിൻ്റെ കാലം കഴിഞ്ഞു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ് കാണാപ്പാടം പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ചില പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മളുടേതായ ചിന്തയിൽ ആ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്, ശരിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ വരുന്ന അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രാർത്ഥന നീ തന്നെ അങ്ങ് പറയും. അപ്പോഴങ്ങനെയാണ് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രേയേഴ്സൊക്കെ വരും. അങ്ങനെയൊക്കെ നമ്മുടെ സൺഡേ സ്കൂളിലെ ഈ രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. പിള്ളേർക്ക് ഈ അക്കാഡമിക് കാര്യങ്ങളിൽ കുറച്ചുകൂടെ രസകരമായ രീതിയിലാക്കി എടുക്കുവാൻ അതിനൊരു നല്ലൊരു ഉപാധിയാണ്, ഒരു ഉപകരണമാണ് സ്മാർട്ട് ക്ലാസ് റൂം. അതിലൂടെ വിഷ്വൽസിലൂടെ, കഥകളിലൂടെ, ആ കഥകളിലൂടെയുള്ള കാര്യങ്ങൾ ജീവിതവുമായി ചേർത്ത് കലർത്തി അതിനെ അവരെ കൊണ്ട് പറയിപ്പിക്കുക, അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, അവരെ കൊണ്ട് അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിയിലൂടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അക്കാഡമിക് തലങ്ങളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു കാലം അതിക്രമിച്ചു പോയിട്ടുണ്ട്. ഇന്ന് മറ്റെല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും തനതായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് കണ്ട് പഠിക്കണം സൺഡേ സ്കൂളും. എന്നും ഒരുപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ ആരും വാശി പിടിക്കരുത്. വിശ്വാസപരമായ കാര്യങ്ങളിലും ആരാധനാ കാര്യങ്ങളിലും മാറ്റം വരാനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സൺഡേ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണ് പറഞ്ഞത്. ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും അവർ അറിയേണ്ടതായ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടും പ്രാർത്ഥിക്കാനും പ്രാർത്ഥനാപൂർവം ജീവിക്കുവാനും ക്രിസ്തുവിനെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും യേശുവാണ് ഒരു അവസാന വാക്ക് എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ കഥകളും ആ സാഹചര്യങ്ങളുമൊക്കെ അവരുടെ ജീവിതത്തിൽ മനനം ചെയ്തെടുക്കുവാനും അതിലൂടെ പുതിയ കാഴ്ചപ്പാടിലൂടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാനും നമ്മൾ സാഹചര്യം ഒരുക്കേണ്ടിയിരിക്കുന്നു. സൺഡേ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ്സുമായി പറഞ്ഞപ്പോൾ അത് ചേർത്ത് വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സൺഡേ സ്കൂൾ വളരെ വർഷങ്ങളായി അതിശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുന്ന അനേകം അധ്യാപകരുണ്ട്. എത്ര പ്രായമായാലും അവരുടെ
ലൈഫിൽ ഒരു വലിയൊരു ഊർജ്ജമാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ. പ്രിയപ്പെട്ട അധ്യാപകരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പലർക്കും നല്ല പ്രായമായി, എന്നാലും അവർ ആ ജോലി, ആ ശുശ്രൂഷ നന്നായിട്ട് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ വളരെ അച്ചടക്കത്തിലും ദൈവാശ്രയത്തിലുമൊക്കെ ആരാധനയിലും സൺഡേ സ്കൂളിലുമൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. മാതാപിതാക്കൾ അവരെ ആ കാര്യങ്ങളിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി സാന്ദർഭികമായിട്ട് പറയട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ദീർഘമായി പറയാൻ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല. ഞാൻ ഈ സമയത്ത് ഇവിടെ പ്രത്യേകമായി ആദരിച്ച ബഹുമാനപ്പെട്ട വൈദികർ അവരെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ നമ്മളുടെ കൂടെയില്ലാത്ത പോൾസൺ കീരിക്കാട്ടിലച്ഛനെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഈ ഇടവകയ്ക്ക് വേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച ഒരു അനുഗ്രഹീതനായ വൈദികനാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഒത്തിരി സംബന്ധിച്ചിട്ടുള്ള എനിക്കറിവുള്ള ഒരാളാണ് പ്രിയപ്പെട്ട മുത്താരിൽ പൗലുസിയേട്ടൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മൺമറഞ്ഞു പോയ മാത്യൂസ് പറങ്ങാട്ട്, ആ പ്രിയപ്പെട്ട സഹോദരനെ ഓർക്കുന്നു. ഇവിടെ പ്രത്യേകമായി ആദരിച്ച മൺമറഞ്ഞു പോയ 2-3 പിതാക്കന്മാരുടെ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അവരെയും പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ അല്പം വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ മത്തായി സാറ്. മത്തായി സാറ് അനാരോഗ്യമായിട്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പോയി കാണാൻ ഇതുവരെ സാധിച്ചില്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി പരിശുദ്ധ സഭയുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അന്ത്യോക്യ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ട് മുന്നിൽ നിന്ന ഒരു വലിയ മനുഷ്യനാണ്. ദേഷ്യമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സഭയെക്കുറിച്ച് വലിയ കരുതലുള്ള, സഭാവിശ്വാസത്തിൽ ഒരു തീവ്ര നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു മത്തായി സാർ. അദ്ദേഹം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ആ പ്രിയപ്പെട്ട സഹോദരനെ ഓർക്കുന്നു. പല സന്ദർഭങ്ങളിലും കേസുകൾ, പോലീസ് വീടുകളിൽ പോലീസ് വന്ന് റെയ്ഡ് തുടങ്ങി ഒക്കെ ഈ കേസുമായി, സഭാവഴക്കുമായി, ഇടവകയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വിലപിച്ചിട്ട് ഒത്തിരി അമ്മച്ചിമാരും സഹോദരങ്ങളുമൊക്കെ ഉണ്ട് മക്കളുടെ ഓരോ കാര്യത്തിലുമൊക്കെ. അവർ ഇടവകയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൂടെ ഇതിലൊക്കെ ചെന്നുപെടുക സ്വാഭാവികമാണ്. എല്ലാം മറന്ന് വിശ്വാസത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും ഒക്കെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പെടാനായിട്ട് സാഹചര്യമുണ്ടാകുന്നത്. അവരുടെ എല്ലാം വലിയ മനസ്സിനെയും അവരുടെ എല്ലാം സഭാസ്നേഹത്തെയും വിശ്വാസ സ്ഥിരതയെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുമൊക്കെ അവരാണ് ഇനി നമ്മുടെ പരിശുദ്ധ സഭയെന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. മണം മറിഞ്ഞു പോയവരെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത്തായി കുഞ്ഞ് ഒത്തിരി വർഷം നമ്മുടെ ഇടവകയെ ശുശ്രൂഷിച്ച ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഒത്തിരി ആദരവോടെ കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നിസ്സാര കാര്യങ്ങളിൽ നമ്മൾ ആരെയും അകറ്റി നിർത്താൻ പാടില്ല. അകലങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള നമ്മുടെ രീതിയല്ല. എത്ര പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അവർക്കുണ്ടായാലോ നമുക്കുണ്ടായാലോ അതിനൊക്കെ മുകളിൽ ഉയരത്തിലേക്ക് നോക്കി കാര്യങ്ങൾ കാണുവാൻ, ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും ഭൂമിയിലുള്ളത് ചിന്തിച്ച് പോകുന്നവരാണ്. ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികളുണ്ടാകും. ഇവിടെ അവകാശവാദങ്ങൾ പറഞ്ഞ് ആരും ജയിക്കാനോ ആരെയും തോൽപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. നല്ലതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ലതായി തന്നെ കാണണം. ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും ദോഷമില്ലാത്തതാണ്, അതിനെ അഭിനന്ദിക്കണം. പരിശുദ്ധ പാത്രീക്കീസ് ബാവ വന്നപ്പോൾ അങ്ങനെ ഒരു പരാമർശം ഞാൻ നടത്തിയുള്ളത് ചെയ്യേണ്ടതായിരുന്നല്ലോ, ഞാനിവിടെ പറഞ്ഞതുമാണ്. അപ്പോൾ അതിൻ്റെ അവകാശമുണ്ടെന്ന് പറയുന്നവർക്ക് അത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായത്. എന്തായാലും അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാനൊരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അത് അവർക്കല്പം വേദനയുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട. അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവരും കാണരുത്. ഇടവകയും അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും ഒക്കെ സാധിക്കണം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചേർന്ന് തന്നെ നിന്ന് ആ കുടുംബം അവരും ചേർന്ന് തന്നെ നിന്ന് പോകണം.
മറ്റൊരു രീതിയിൽ മനസ്സിനെ മാറിപ്പോകാതെ, ഇടവകയോടോ ആരോടോ ഉള്ള ഒരു ഹെയ്റ്റഡൊന്നും ഉണ്ടാകാതെ നമുക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണ്. ആ നിലയിൽ നമുക്ക് ക്രിസ്തീയ ദൗത്യബോധത്തോടുകൂടി ചിന്തിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നേരുന്നു. എനിക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി ഇവിടുന്ന്. എനിക്ക് തോന്നുന്നു ഇത്രയും സമ്മാനം വേറെ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടാകും. സമ്മാനത്തിൻ്റെ എൻ്റെ വാല്യൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞുങ്ങളത് സ്വർണ്ണമൊന്നും അല്ലാട്ടോ. അങ്ങനെ ഈ പിള്ളേരൊക്കെ ചിലപ്പോൾ വിചാരിക്കും തിരുമേനിക്ക് സ്വർണ്ണത്തിൻ്റെ മാല കിട്ടി, സ്വർണ്ണത്തിൻ്റെ വടി കിട്ടി, സ്വർണ്ണത്തിൻ്റെ അതൊന്നും സ്വർണ്ണമൊന്നുമല്ല, പൂശേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഞാൻ സ്വർണ്ണമൊന്നും ഉപയോഗിക്കാറില്ല. ആകെപ്പാട് ഇച്ചിരി സ്വർണ്ണം ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പൂശാണ്. എന്നാലും നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് എനിക്ക് തന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ ആദരിച്ചു, സ്നേഹിച്ചു. ഒരു പക്ഷേങ്കിൽ ഇതിൻ്റെ ജൂബിലി സമാപനം എന്നുള്ള നിലയിൽ 50 വർഷത്തിന് മുമ്പുള്ള എന്നെ ഒത്തിരി ഓമനിച്ച ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട്. പലരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ ഈ യാത്രയിൽ ദൈവം ഒത്തിരി കരുതി വഴി നടത്തി. അതിൽ എൻ്റെ കഴിവിനപ്പുറമായി സഭയുടെ പ്രതീക്ഷകളും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത്ര സുഖകരമായ യാത്രയാണ് നിങ്ങളാരും കരുതണ്ട. നല്ല വണ്ടിയും നല്ല സ്വീകരണവും ഒത്തിരി മാലയും വടിയും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഇതൊട്ടും സുഖകരമായ യാത്രയല്ല. അത് തുറന്ന് മുഴുവനും നിങ്ങളോട് പറയാനും എനിക്ക് സാധിക്കുകയില്ല. അത് ഞാൻ അനുഭവിച്ചോളാം. പക്ഷേങ്കിൽ എൻ്റെ ഈ എലിവേഷൻ അതിൽ ഞാൻ കൂടുതൽ വിനയപ്പെടുന്നു. അങ്ങനെ വിനയപ്പെടുമ്പോൾ ഈ സഭയ്ക്ക്, ഈ സഭയുടെ പ്രതിസന്ധിയിൽ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാബയ്ക്ക് ശേഷം അദ്ദേഹത്തെ പോലെ ആവാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ നിഴലിൽ കുറേ കാലം സഞ്ചരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു നിഴലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തെങ്കിലുമൊക്കെ ബലം കിട്ടിയെങ്കിലായി. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ആദരിക്കുന്ന അല്ലെങ്കിൽ ഒരു മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന കാലം ചെയ്ത പുണ്യശ്ലോകനും പരിശുദ്ധനുമായ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവ, അതുപോലെ തന്നെ പരിശുദ്ധന പ്രഥമൻ ബാവ, ഇവരുടെയൊക്കെ കൂടെ കുറേ കാലം എനിക്ക് ജീവിക്കാൻ സാധിച്ചു, ശുശ്രൂഷിക്കാൻ സാധിച്ചു. അവരിൽ നിന്നെല്ലാം കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സഭയെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മൾ എന്തായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായി പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി, അവരിൽ നിന്നൊക്കെ കിട്ടിയതും കേട്ടതും കണ്ടതുമൊക്കെയാണ് ഇന്നിൻ്റെ ഞാനെന്ന് പറയുന്നത്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പിന്നെ കുറേ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അവരിങ്ങനെ അവരുടെ വഴിയിൽ കൂടെ പോകട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ പറയട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വശത്തൂടെ നടക്കും. ഇപ്പം എന്നെക്കുറിച്ച് നമ്മുടെ അകത്തുനിന്ന് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നാലും വരാറുണ്ട്. അതൊക്കെ ഒരു ഊർജ്ജം പകരുന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. വിമർശിക്കുന്നതിനോട്, ക്രിയാത്മകമായി വിമർശിക്കുന്നതിനോട് ഇഷ്ടമെങ്കിലും ആർക്ക് വേണേലും ആരെയും വിമർശിക്കാമെന്നുള്ളത് അതിലൊന്നും ഞാൻ കൂടുതൽ ഭാരപ്പെടാറൊന്നുമില്ല. നിങ്ങൾ സ്നേഹത്തോടെ വസിക്കുക, സന്തോഷത്തിലായിരിക്കുക. ജീവിതം അത്ര സുഖകരമൊന്നുമല്ല. എല്ലാവർക്കും അവരുടെ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെല്ലാം അനുകൂലമാക്കി മുന്നോട്ട് പോകുവാൻ തിരുപ്പിറവിയുടെ സന്ദേശം പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കുകയല്ലേ. ഓരോ ദിവസവും നന്നായി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചും തിരുകുടുംബത്തിൻ്റെ വലിയ സാന്നിധ്യം, വിശുദ്ധമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കണ്ട് വളരുവാനുള്ള സാഹചര്യം മാതാപിതാക്കന്മാർ കുടുംബത്തിൽ ഉണ്ടാക്കണം. അങ്ങനെ നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളരുവാൻ അടുത്ത വർഷവും കൂടുതൽ നല്ല തീരുമാനങ്ങളെടുത്ത് വിജയത്തിലേക്ക്, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കും വീഴ്ചയിൽ നിന്നും വളർച്ചയിലേക്കുമൊക്കെ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആരോഗ്യത്തിൻ്റെ നല്ല ദിനങ്ങളുണ്ടാവട്ടെ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ, വലിയ വില്ലൻ എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നമാണ്. ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലാതെയുള്ള പ്രശ്നങ്ങളുമൊക്കെ. നല്ല ആരോഗ്യത്തിൽ ജീവിക്കുവാൻ പ്രാർത്ഥനാപൂർവം നല്ല ദിനങ്ങൾ കണ്ടെത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയെ നിങ്ങൾ പ്രത്യേകം കരുതി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടുമുള്ള, സഹകരിച്ചവരോടും സഹകരിക്കാത്തവരോടും ഒക്കെ ഒരുപോലെ ഉള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. സഹകരിക്കാത്തവരോട് തുടർന്ന് കൂടുതൽ ചേർന്ന് സഹകരിക്കുവാൻ ഉള്ള ആഹ്വാനവും സ്നേഹബുദ്ധിയാ തരുന്നു. അങ്ങനെ ദൈവസ്നേഹത്തെ നിറഞ്ഞു കവിയുന്നൊരനുഭവമുള്ളവരായി ഈ ദൈവാലയം, ഈ അസോസിയേഷൻ,
ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം മുന്നോട്ട് പോകട്ടെ. വടവോട് പള്ളി നമുക്ക് താൽക്കാലികമായി നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത് നമുക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ആ അവകാശം നഷ്ടപ്പെട്ടതായോ അല്ലെങ്കിൽ അതിന് അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നീതി അതിൻ്റെ വഴികളിലൂടെ നമുക്ക് നടപ്പാക്കി തരട്ടെ. നടപ്പാകുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഇനി നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഒത്തിരി വ്യവഹാരങ്ങളുടേതായ ഒരു പെരുമഴക്കാലമാണ്. അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒത്തിരി ഓട്ടവും ഒത്തിരി പ്രോഗ്രാംസും വിശ്രമമില്ലാത്ത ജീവിതവും ഒക്കെ അല്പം തളർച്ച ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ബലത്തിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇത്രയും നാൾ നടത്തിയവനായ ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകും. അത് മതി എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട എവിൻ ഉമേലിൻ്റെ അച്ഛൻ്റെ അനുഗ്രഹീത ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ വളരെ ശ്രേഷ്ഠതയുടെ ആരാധനയും പ്രബോധനങ്ങളുമൊക്കെ ഇടവകയ്ക്ക് ഒരു ചരടിൽ കോർത്തിട്ട മണി പോലെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. കൂടുതലായിട്ടുള്ള ഐക്യവും അകന്ന് നിന്നവർ കൂടുതൽ അടുത്ത് നിന്ന് ഒരുമിച്ച് നിന്ന് ആരാധിക്കുവാനുമൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ യൂണിറ്റുകളുടെ ഭാരവാഹികളെ, എൽഡേഴ്സ് ഫോറത്തിൻ്റെ ഭാരവാഹികളെ, അസോസിയേഷൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് ഭാരവാഹികളെ, സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തകരെ, യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകരെ, സമാജത്തിൻ്റെ പ്രവർത്തകരെ എല്ലാവരോടും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. ഈ പള്ളിയോടും അസോസിയേഷനോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. വിഷ് യു ഓൾ എ വെരി